രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ കുഞ്ഞു മക്കളെ, വേദപാഠ പുസ്തകവും നോട്ട്ബുക്കുമൊക്കെ എടുത്ത് മിടുക്കരായിട്ടിരിക്കുന്നത് ടീച്ചറിന് കാണാം. മിടുക്കരാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. കൈകൾ കൂപ്പിക്കേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഈശോനാഥ, അങ്ങയുടെ തിരുമുൻപിൽ ഇതാ വന്നു നിൽക്കുന്ന മക്കളെ അങ്ങ് കൈനീട്ടി അനുഗ്രഹിച്ചാലും പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ശക്തി നൽകിയാലും പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വചനം ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? ഇഷ്ടംപോലെ വചനങ്ങൾ അറിയാമോ? മിടുക്കരാണ് കേട്ടോ. വചനങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാനും മറക്കരുത്. നിങ്ങൾക്കറിയാവുന്ന വചനങ്ങൾ, നിങ്ങൾക്കിഷ്ടമുള്ള വചനങ്ങൾ ബൈബിളിൽ നിന്നും കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതണം. അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാലോ? പ്രവേശിക്കാം. അപ്പം രണ്ടാമത്തെ പാഠത്തിൽ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. ആരായിരിക്കും ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തിയത്? ആദവും ഹവ്വയും, ആദി മാതാപിതാക്കളല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആരാണ് അവരെ പ്രേരിപ്പിച്ചത്? സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് അവരെ പ്രേരിപ്പിച്ചു അല്ലേ? പതിവ് പോലെ ദൈവമായ കർത്താവ് ഏദേൻ തോട്ടത്തിലൂടെ നടക്കാൻ വന്നു. ആദം എന്ന് ദൈവം വിളിച്ചു. അപ്പം ആദവും ഹവ്വയും എന്തു ചെയ്തു? മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു. വീണ്ടും ദൈവം ചോദിച്ചു, ആദം, നീ എവിടെയാണ്? ദൈവത്തിൻ്റെ ശബ്ദം, ആദം, നീ എവിടെയാണ്? നമ്മളോടൊക്കെ പേര് വിളിച്ച് ചോദിക്കും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ. ബൈബിളൊക്കെ വായിക്കാതിരിക്കുമ്പോൾ ദൈവം വിളിച്ചിട്ട് ചോദിക്കും, ദിയാമോളെ, നീ എവിടെയാന്ന് ചോദിക്കും. തെരേസ കുഞ്ഞെ, നീ എന്തെടുക്കുവാ? ആൽബിൻ, നീ എന്നെ മറന്നുപോയോ? ഇങ്ങനെയൊക്കെ ദൈവം പേരെടുത്ത് ചോദിക്കും. അപ്പം ഇവിടെ ദൈവം ചോദിക്കും, ആദം, നീ എവിടെയാണ്? അപ്പോൾ ആദം മറുപടി പറഞ്ഞു. പുസ്തകത്തിലുണ്ട്, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കിക്കേ, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ആദവും ഹവ്വയും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടോ ദൈവം വിളിച്ചത് കേട്ടിട്ടോ അവർ വരുന്നില്ല. അവർ ഒളിച്ചു നിൽക്കുക. അവർ കാരണം പറയുക, ഞങ്ങൾ നഗ്നരാണ്, ഞങ്ങൾക്ക് നാണമാണ് അങ്ങയുടെ മുൻപിലേക്ക് വരാനെന്ന് അവർ കാരണം പറയുക. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവർ പുറകോട്ട് പോവുകയാണ് ദൈവത്തിൽ നിന്നും. എന്തായിരിക്കും കാരണം? അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തെ അവർ നിരസിച്ചു. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ മുൻപിലേക്ക് വരുവാൻ പേടിയാണ്, ഭയമാണ്. മനുഷ്യരുടെ കൂടെ ആയിരിക്കുവാനും ദൈവത്തിൻ്റെ കൂടെ മനുഷ്യൻ ആയിരിക്കുവാനുമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നും അവിടുത്തോടൊപ്പം യാത്ര ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഏത് സമയത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നാം എപ്പോഴും ആഗ്രഹിക്കണം. അങ്ങനെയല്ലേ അവർ ഏദേൻ തോട്ടത്തിൽ താമസിച്ചത്? ആദവും ഹവ്വയും ദൈവത്തിൻ്റെ കൂടെ വളരെ സന്തോഷത്തിൽ താമസിച്ചു. പാപം ചെയ്തപ്പോൾ അവർക്ക് സന്തോഷം നഷ്ടമായി. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എന്നും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാനും ദൈവത്തോടൊത്ത് വസിക്കുവാനുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ജീവൻ നൽകിയ, ദൈവത്തിൻ്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ച, സ്നേഹം നൽകിയ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നാം എപ്പോഴും അവിടുത്തെ സ്നേഹിക്കണം, അവിടുത്തെ അടുത്തേക്കൊന്ന് ഓടി ചെല്ലണം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ചെറിയ ചെറിയ ആഗ്രഹം. കുഞ്ഞു മക്കളെ, നമ്മൾക്കത് സാധിച്ചു കൊടുക്കണ്ടേ? ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അതിനാ നമ്മളിങ്ങനെ വേദപാഠ ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നത്. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു വചനം
നമുക്ക് പുതിയതായിട്ട് പഠിക്കാം. സങ്കീർത്തനം 119:31. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞാലോ? കണ്ടോ എല്ലാവരും? പേജ് 14 അവസാനം കിടപ്പുണ്ട്. കണ്ടോ? പച്ച കളറിൽ. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. അങ്ങ് എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുക. ആര്? നമ്മൾ ഓരോരുത്തരും. മാതാപിതാക്കളിലൂടെ, അധ്യാപകരിലൂടെ, സഹോദരങ്ങളിലൂടെ, ഗ്രാൻഡ് പേരൻസിലൂടെയെല്ലാം ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ നാം ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക ആണ് എന്നാണ് ഇപ്പോൾ നമ്മൾ വചനത്തിൽ പഠിച്ചത്. ആ വചനം ഒന്ന് ഉറക്കെ പറഞ്ഞേ. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ഉറക്കെ പറ. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. കൂട്ടുകാരെ, സാത്താൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകരുത്. ഏത് സമയം ഗെയിം കളിച്ചും TV-യിൽ കാർട്ടൂൺ ചാനലുകൾ കണ്ടുമെല്ലാം സമയം കളയരുത്. ദൈവത്തിന് എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ കൊടുത്ത് ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. എൻ്റെ കുഞ്ഞു മകൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി ദൈവം എപ്പോഴും ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രാവിലെയും വൈകിട്ടുമെല്ലാം ദൈവത്തിന് നന്ദി പറയണം. എപ്പോഴും അങ്ങയോട് കൂടെ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് ദൈവത്തോട് ഏറ്റു പറയണം. നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നതെന്ന് ഉറക്കെ പറയാം. ദൈവത്തെ സ്നേഹിക്കാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾക്ക് വേണ്ട കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. ഇതാണ് നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവം. പാപത്തിൽ നിന്നും അകന്നുപോയ ആദിമാതാപിതാക്കളെ പോലെ ആകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. ഈ പാഠഭാഗത്തിൻ്റെ അവസാനം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ വാക്യങ്ങൾ, ദൈവത്തെ സ്നേഹിക്കാം, അനുസരിക്കാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം എന്നുള്ളത് കുട്ടികൾ എന്ത് ചെയ്യണം? പോസ്റ്റർ തയ്യാറാക്കണം. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. പോസ്റ്റർ തയ്യാറാക്കി വീട്ടിൽ ഒട്ടിച്ചൊക്കെ വെക്കണം. ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം എന്നുള്ളത് എഴുതി വെക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും അത് നിറഞ്ഞു നിൽക്കും. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ? നമുക്കൊന്ന് പാടാം. സ്നേഹിച്ചിടാം, അനുസരിച്ചിടാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. 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 നമ്മൾ എന്താ ഇപ്പോൾ പഠിച്ചത്? രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താ പഠിച്ചത്? അനുസരണം. അപ്പം നമുക്ക് എങ്ങനെ അനുസരിക്കാം? സ്നേഹിച്ചിടാം, അനുസരിച്ചിടാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. 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 പഠിച്ചോ? പോസ്റ്റർ തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ തീരുമാനങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തിരുന്നോ? നമ്മൾക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു. അതോടൊപ്പം നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു പ്രവർത്തനമാണ് എഴുതാം. നമ്മൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്തു മനോഭാവമാണ് ഉണ്ടാകുന്നത്? ഭയം, സന്തോഷം, ദുഃഖം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മൾക്കുണ്ടാകുന്നത് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യണം. ചെയ്യുമല്ലോ? അപ്പോൾ നമുക്ക്
നമ്മുടെ ഈ പാഠത്തിൽ നിന്നും നമ്മൾക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? ആദ്യ മാതാപിതാക്കളെ പോലെ ദൈവത്തെ ധിക്കരിക്കാതെ അനുസരണയുള്ള മക്കളായി നമ്മൾക്ക് വളരാം. ദൈവത്തിന് നന്ദിയുള്ള, സന്തോഷമുള്ള, ദൈവത്തോട് സ്നേഹമുള്ള മക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പാം. കുഞ്ഞുമക്കളെല്ലാവരും കൈകൾ കൂപ്പിക്കേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ജീവദാതാവായ ദൈവമേ, ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ അങ്ങയുടെ മക്കളെ അനുവദിക്കരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്തു കളയരുതേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ചാലോ? ദൈവമേ, ഉറക്കെ പറഞ്ഞേ, ദൈവമേ, അങ്ങയിൽ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ. എപ്പോഴും പ്രാർത്ഥിക്കണം. എങ്ങനെ? ദൈവമേ, അങ്ങയിൽ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ എന്ന്. ഈ പ്രാർത്ഥന നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. വചനങ്ങൾ പഠിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി നമ്മുടെ ജീവിതം നമുക്ക് മനോഹരമാക്കാം. അങ്ങനെ ദൈവത്തിന് നമ്മൾക്ക് നന്ദിയുള്ളവരായി വളർന്നു വരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.